നമസ്കാരം. അദാനിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ കമ്പനി ഇസ്രായേലിന് സൈനിക ഡ്രോണുകൾ കൈമാറിയതായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഓൺലൈൻ പോർട്ടലായ ദി വയർ 2024 ഫെബ്രുവരി 12 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ സുപ്രധാന കണ്ടെത്തലുള്ളത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അദാനി എൽബിറ്റ് അഡ്വാൻസ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് 20-ലധികം ഹെർമിസ് ഡ്രോണുകൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നതായി പരാമർശിക്കുന്നത്. ഗാസയിലെ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഡ്രോണുകൾ തന്നെയാണ് എന്നതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹെർമിസ് 900 മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് UAVകൾ ഫെബ്രുവരി 2 ഇസ്രായേലിന് അദാനിയുടെ കമ്പനി വിറ്റിരിക്കുന്നത്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള ഷെപ്പാർഡ് മീഡിയ ആണ് ഇക്കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ത്യയോ അതേപോലെ തന്നെ ഇസ്രായേലോ ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ അറിയിച്ചിട്ടുമില്ല. എന്നാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് എന്ന് അദാനിയുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായി കൂടി വയർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ നടപടികൾ കടുപ്പിച്ചിരുന്നു. അതിലേവർ ഏറ്റവും അധികം ഉപയോഗിച്ചത് ഡ്രോണുകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഹെർമിസ് 900 ഡ്രോണുകൾ ഈ ആക്രമണത്തിലൊക്കെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 30 മണിക്കൂറിലധികം പ്രവർത്തനക്ഷമതയുള്ള ഹെർമിസ് 900 ഉപയോഗിച്ചുകൊണ്ടാണ് മുനമ്പിൽ ഇസ്രായേൽ പ്രധാനമായും അവരുടെ സൈനിക നിരീക്ഷണം പോലും നടത്തുന്നത്. അതേസമയം തന്നെ നിരീക്ഷണങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിക്കാനും ഇസ്രായേൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതായി ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ലോകം ഒന്നടങ്കം ഇന്ത്യ ഉൾപ്പെടെ ഇസ്രായേലിനോട് വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലും ഇന്ത്യ ആയുധം വിൽക്കുന്നുണ്ട് എന്നത് ഒരു പക്ഷേ നയതന്ത്ര തലത്തിലൊക്കെ ഇന്ത്യ മറുപടി പറയേണ്ട ഒരു വിഷയമായി തന്നെ ഭവിച്ചേക്കാം. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ ആധികാരികത അത് സംബന്ധിച്ച് ഇതുവരെയും നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിനിധികളോ ഒന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. നിലവിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും വയർ എന്ന മാധ്യമം, അതിനോടൊപ്പം തന്നെ ടെലിഗ്രാഫ് തുടങ്ങിയവയാണ് ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.